കുറേ ദിവസത്തെ ഹെക്ടിക് വർക്കൊക്കെ കഴിഞ്ഞ ശരിക്കും ഞാനും രാജേഷും ഗോവയിൽ വന്നിരിക്കുകയാണ്. ബിക്കോസ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇഫി നടക്കുകയാണ്, അതായത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ നടക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഒന്ന് കാണണം, കുറച്ച് മൂവീസൊക്കെ കാണണം എന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഒന്ന് റിലാക്സ് ചെയ്യാൻ കൂടി വന്നതാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം, എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ ആക്ച്വലി കോൺവെക്കേഷൻ നടക്കുന്ന സമയത്ത് ഞാനൊരു വർക്കിലായതുകൊണ്ട് എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ മുംബൈയിൽ പോയിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാനൊരു ക്യുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല. സ്കിൻ കെയർ ഒന്നും ആക്ച്വലി ഇന്ന് ചെയ്തിട്ടില്ല, ബിക്കോസ് അതിനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡയറക്റ്റ് സൺസ്ക്രീൻ തന്നെ ഇടാൻ പോവാണ്, ബിക്കോസ് അത് മാത്രം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. ആൻഡ് ഇത് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇത് ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ടെക്സ്ചർ കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. ഞാൻ വേറെ മോയ്സ്ചറൈസറോ സിറംസോ അണ്ടർ ഓയിൽ ക്രീമോ ഒന്നും ഇന്നിട്ടിട്ടില്ല. ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്, SPF ലിപ് ബാം, അത് മാത്രമാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞങ്ങൾ ആക്ച്വലി ഇപ്പോൾ താമസിക്കുന്നത് ഒരു പോർച്ചുഗീസ് ബിൽഡിങ്ങിലാണ്. ഒരു കാസ ഡോസ് റെബലോസ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിങ്ങിലാണ്. ഒരു 100 വർഷമെങ്കിലും പഴക്കമുള്ളൊരു ബിൽഡിങ്ങാണത്. നല്ല രസമുണ്ട്, ഇവിടുത്തെ ഇൻറ്റീരിയർ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. ആൻഡ് പഞ്ചിമി തന്നെയാണത്. ഇപ്പം ഞാൻ ആക്ച്വലി സ്കിൻ ടിൻ്റ് ആണ് ഇടാൻ പോകുന്നത്. ഇത് ഹൗസ് ഓഫ് മേക്കപ്പിൻ്റെ സ്കിൻ ടിൻ്റ് ആണ്. കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്കിൻ ടിൻറ്റിലും ആക്ച്വലി SPF 25 ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ എനിക്ക് അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സൺസ്ക്രീൻ ഇടുന്നത്. അപ്പോൾ ഇത് സ്കിൻ ടിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിലേക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകും. ഇതിന് ബ്രഷോ വേറെ ഒരു സാധനങ്ങളും ആവശ്യമില്ല. ഉറങ്ങാത്തത് കൊണ്ടും എൻ്റെ ക്ഷീണം കുറച്ചധികം ഉള്ളത് കൊണ്ടും ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൺസീലർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് എന്നിട്ട് ഞാൻ ഈ ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇതിങ്ങനെ താഴേക്കാണ് കൊടുക്കുക. എനിക്ക് ഫുൾ കവറേജ് പോലെ ഭയങ്കരമായിട്ട് കവർ ചെയ്തിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് തന്നെ താഴേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇവിടം വരെ കയറ്റിയിട്ട് ഞാൻ കൺസീലർ ഇടാറില്ല. പൗഡർ ഇടാണ്. ഞാൻ മുമ്പൊരു ഷോർട്ട് വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാർലറ്റ് ടിൽബറിയുടെ പൗഡറിന് എന്താണ് ഡിഫറൻസ് എന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. അത് മനസ്സിലാവത്തില്ല, അത്രയും മൈന്യൂട്ടുള്ള ഡിഫറൻസ് ആണ് ഉള്ളത്. സ്ട്രക്ചേർഡ് ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് അണ്ടർ ഐ എപ്പോഴും ഈ പറയുന്ന പോലെ മാറ്റിഫൈഡ് ലുക്കിൽ ഇരുന്നില്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഭയങ്കരമായിട്ട് ഗ്ലോയി ആയിട്ടിരുന്നാൽ ഡാർക്ക് സർക്കിൾസ് ഭയങ്കര പ്രൊമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ കൂടുതൽ വിയർക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഞാൻ വിയർക്കാൻ തുടങ്ങും. അപ്പോൾ വിയർക്കുന്ന ഏരിയയിൽ ഇതിങ്ങനെ ഭയങ്കര പൗഡറി ആയിട്ട് ഇരിക്കത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ജസ്റ്റ് ഒരു കവറേജ് കിട്ടുകയും ചെയ്യും, ഭയങ്കര നാച്ചുറൽ ലുക്കിൽ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു ഇതിൻ്റെ അകത്തുള്ള ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റിലുള്ള ഒരു ചെറിയ ഷിമ്മർ എന്ന് പറയാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വർഷം തൊട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ളൊരു സമയം നമുക്കില്ല. എന്നിട്ട് അത് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഓക്കെ ആ ലാഷ് ലൈനിൽ അത് തന്നെ കൊണ്ട് ഇനി എന്താ ചെയ്യുക, ഇതിനകത്തൊരു കമ്പാരിറ്റീവ്ലി ഒരു മോവിഷ് ബ്രൗൺ എന്ന് തോന്നുന്നൊരു ഷെയ്ഡുണ്ട്. അതെടുത്തിട്ട് ഞാൻ അത് മാത്രം ഒരു കുഞ്ഞി ബ്രഷിലെടുത്തിട്ട്, വേറെ ഐലൈനറോ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ലാഷ് ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. അത് അത്ര എന്താ പറയുക ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നണം അങ്ങനെയൊന്നും അല്ല. ഈ ഒരു കോർണറിലേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ണിൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കും. പക്ഷെ താഴെ ഒരു ഏകദേശം ഒരു പകുതി വരെ. ഇനി നമുക്ക് മസ്കാര ഇടാം. അപ്പം മസ്കാര ഇടാൻ ഞാൻ എപ്പോഴത്തെ പോലെ എൻ്റെ ലാഷ് കളറുണ്ട്. ലാഷ് കളർ വെച്ചിട്ട് കേൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മസ്കാര ഇടാറ് എപ്പോഴും അങ്ങനെ തന്നെ ഇടുന്നത്. പിന്നെ ഇത് ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസ്കാരയാണ്, സ്റ്റേസ് ബ്യൂട്ടിയുടെ മസ്കാര. ഇതാണ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് റിമൂവ്
റിമൂവ് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. നമ്മൾ നോർമലി മസ്കാരാസൊക്കെ സെലക്ട് ചെയ്യുമ്പോഴേ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് നോർമലി മസ്കാരയുടെ പെർഫോമൻസ് ശരിക്കും മനസ്സിലാവും. ബിക്കോസ് ചെറുതായിട്ടൊന്ന് കട്ടിയാവുമ്പോഴാണ് ആ പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടുക. പക്ഷേ ഈ മസ്കാരയ്ക്ക് അങ്ങനെയല്ല. ഈ മസ്കാര ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്ക് ഏകദേശം ഒരു എഫക്റ്റ് കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്കിനി ടിൻറ്റ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് ടിൻ്റാണ് ഇത്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന എറ്റ്യൂഡ് ഹൗസിൻ്റെ ഒരു വാട്ടർ ടിൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടുന്നു, അത് കൈകൊണ്ടങ്ങനെ അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ അവിടെ ഒരു പാടായിട്ട് കിടക്കും. അത്രേ ഉള്ളൂ ഏത് പ്രശ്നം. അല്ലാതെ ഒരു പ്രശ്നവും ഇതിനില്ല. ഇത് സട്ടിലായിട്ട് ഇടാം, ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം വലുതായിട്ട്. കുറച്ചധികം കളർ വേണമെന്നുള്ളവർക്കൊക്കെ ബിൽഡ് ചെയ്ത് വലുതാക്കി കൊണ്ടുവരാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ടിൻ്റാണിത്. ഞാനിപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ഫങ്ഷൻ പോലെയും കൂടി അല്ലേ, അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിടാം. എന്നിട്ട് ഇതൊരു ലിപ്പ് ഓയിലാണ്. ലാമിയോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ലിപ്പ് ഓയിലാണ്. ബേബറി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ ഇതാണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് അല്ല, ഒരു കൈൻഡ് ഓഫ് ലിപ് ടിൻ്റാണ്, എന്നൊരു ലിപ്പ് ഓയിൽ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതാണ് ഇടുന്നത്. ഭയങ്കര ഷിയർ ടിൻ്റാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലിപ്സ്റ്റിക്കിൻ്റെ പോലത്തെ കവറേജ് ഒന്നും കിട്ടില്ല. എപ്പോഴാണെങ്കിലും ഇതിട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ ഒരു ലിപ് ബാം ഉണ്ട്, SPF ലിപ് ബാം ഉണ്ട്. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. അതാവുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും സ്കിന്നിന്. അപ്പം ഞാൻ ഇയറിങ്ങും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ശരിക്കും എൻ്റെ മുടി ഇങ്ങനെ അയച്ചിട്ടാൽ മതി. പക്ഷേ ഇവിടെ ഞങ്ങളിങ്ങനെ ഒരു ബൈക്ക് റെൻ്റലിന് എടുത്തിട്ടുണ്ട്. ഇനി ബൈക്കിൽ കയറിയിട്ട് പോകുമ്പോൾ എന്താണെങ്കിലും മുടിയൊക്കെ അലമ്പാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ജസ്റ്റ് മുടി ഒന്ന് ചീകിയിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ബ്രഷാണ്, ഹെയർ ബ്രഷാണ്. ഇത് ആക്ച്വലി മിനിസോ എന്ന് വാങ്ങിയൊരു ബ്രഷാണ്. ആക്ച്വലി കുറച്ചും കൂടെ ബൗൺസി ആയിട്ടൊക്കെ ഹെയർ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് കുറച്ചും കൂടി നല്ലതാണ്. ഞാനിപ്പോൾ ഈ മുടി ഇപ്പം എന്ത് സെറ്റ് ചെയ്താലും കാര്യമില്ല, ബിക്കോസ് ബൈക്കിൽ പോകുമ്പോൾ അത് മാറും. ഇനി ഞാനൊരു പെർഫ്യൂമും കൂടി അടിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി പ്ലമ്മിൻ്റെ സ്മോക്കിംഗ് വാനില എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഇത്രയും ഞാൻ തീർത്തിട്ടുണ്ട്, ബിക്കോസ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മിനി വേർഷനും ഉണ്ടായിരുന്നു. മിനി വേർഷന് 2 ബോട്ടിൽ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശരിക്കും എന്താ പറയുക, ഭയങ്കര തണുപ്പൊക്കെയുള്ള സമയത്ത് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ചും കൂടി വാം ഫീൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പെർഫ്യൂമാണിത്. ആൻഡ് ഈ പെർഫ്യൂമിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടോ വെച്ചാൽ 1000 ബിലോ ആണ്. ഒരു 700 ഒരു 600 അങ്ങനെ ഒരു റേറ്റിലൊക്കെ ചിലപ്പോൾ ഓഫറിലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും. ചെറുതിന് ആക്ച്വലി നിങ്ങൾക്ക് വാങ്ങി നോക്കാവുന്നതാണ്. മിനിക്ക് 250 to 300 അതിൻ്റെ ഉള്ളിൽ കിട്ടും. 15 ml ബോട്ടിൽ. ഇതിൽ എനിക്ക് ഫീൽ ചെയ്യുക വാനിലയാണ് ബേസ്, പക്ഷെ വാനിലയുടെ സ്മെല്ലല്ല ഉള്ളത്, കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്മെല്ലാണ് ഉള്ളത്. പിന്നെ ഈ നമ്മുടെ വീട്ടിൽ മറ്റേ ഈ തിരിയൊക്കെ കത്തിക്കുക, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഈ അങ്ങനത്തെ കുറച്ച് ഇതുണ്ടല്ലോ, സ്മെല്ലുണ്ടല്ലോ, കുന്തിരിക്കം കത്തിക്കുക, അങ്ങനത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ. എനിക്കതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് അതിൻ്റെ എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും. ആൻഡ് കുറച്ച് ഈ പറഞ്ഞ പോലെ തണുപ്പ് അങ്ങനെയൊക്കെയുള്ളൊരു സീസണൊക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മുംബൈയിൽ പോകുമ്പോൾ ഉള്ള ഡീറ്റെയിൽസും മേ ബി എൻ്റെ അക്കാഡമി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അക്കാഡമി കാണിക്കാം. കാരണം ബിക്കോസ് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ സ്റ്റിൽ അക്കാഡമി കാണിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അക്കാഡമിയൊക്കെ കാണിക്കാം. അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതൊക്കെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.